ഹലോ ഫ്രണ്ട്സ്, ഇന്ന് മെയ് 13 2026 ഈ ആഴ്ചയിലെ മൂന്നാമത്തെ ട്രേഡിംഗ് ദിവസമാണ്. നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ 4 ദിവസമായിട്ട് ഇന്ത്യൻ ഓഹരി വിപണി കണ്ടിന്യൂസ് ആയിട്ട് ഡൗൺ സൈഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ആസ് യൂഷ്വൽ ഇഷ്യൂ തന്നെ, വലിയ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു കാര്യമുള്ളത്, ഇപ്പോൾ മാർക്കറ്റ് കുറച്ചുകൂടി നെഗറ്റീവായി ചിന്തിക്കാൻ കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, വർക്ക് ഫ്രം ഹോം, അതുപോലെ തന്നെ ഗോൾഡിൻ്റെ പർച്ചേസ് കുറക്കണം. അതായത് എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു നെഗറ്റിവിസം വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കൺട്രോൾ ഗവൺമെൻറ് കൊണ്ടുവരുമോ എന്നുള്ളൊരു ആശങ്ക മാർക്കറ്റിലുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ ഈ ട്രാവൽ ആൻഡ് ടൂറിസം, ജ്വല്ലറി സെക്ടറുകളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഇടിവ് വന്നിരിക്കുന്നത്. അതിന് പുറമെ ഇന്നലെ വൈകുന്നേരം വന്നിരിക്കുന്ന നമ്മുടെ ഏപ്രിൽ മാസത്തെ ഇൻഫ്ലേഷൻ പണപ്പെരുപ്പ നിരക്ക് 3.48% ഇപ്പോഴത്തെ പുതിയ മെത്തേഡാണ്. 2024 ബേസ് ഇയറാക്കി എടുത്തുകൊണ്ടുള്ള പുതിയ മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ ഒന്നുമായിട്ട് നമുക്കധികം കമ്പയർ ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ ഇതേ സമയം ഏപ്രിൽ 3.48 അത് മാർച്ചിൽ 3.40 ആയിരുന്നു. ഫെബ്രുവരിയിൽ 3.21. അതായത് പടിപടിയായിട്ട് കഴിഞ്ഞ 3 മാസങ്ങളായിട്ട് ഇൻഫ്ലേഷൻ കൂടി വരുന്നുണ്ട്. അത് വരുന്ന ലോങ് ടേമിൽ അതൊരു കൺസേണായി വരുമോ? പ്രത്യേകിച്ചും ഈ ഒരു വാർ ഫ്രണ്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ സപ്ലൈ ചെയിനൊക്കെ ആകെ ഡിസ്റപ്റ്റായിട്ട് നിൽക്കുകയാണ്. ക്രൂഡിൻ്റെ സപ്ലൈ ഒക്കെ ആകെ താറുമാറായി കിടക്കുകയാണ്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു ചലനം എക്കോണമിയിൽ ഉണ്ടാകും. അത് ഇൻഫ്ലേഷൻ കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ മാത്രമല്ല, ക്ലൈമറ്റിക്കൽ ചേഞ്ച്, അത് ഫുഡ് ഇൻഫ്ലേഷനാണ് ഏറ്റവും കൂടുതൽ കൂടിയിരിക്കുന്നത്. ഒരവസരത്തിൽ നെഗറ്റീവ് പോയിരുന്ന ഫുഡ് ഇൻഫ്ലേഷനാണ് ഇപ്പോൾ പോസിറ്റീവിലേക്ക് വന്നിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ നിന്നുകൊണ്ടിരിക്കുന്നത്. വരുന്ന മാസങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്ഥിരമായിട്ടുള്ള കാലാവസ്ഥ, അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള മൺസൂൺ ഒന്നും തന്നെ, എല്ലാം തന്നെ ഈ വിളകളെ ബാധിക്കും. ഫുഡ് ഇൻഫ്ലേഷനിൽ വർധനവുണ്ടാകും എന്നുള്ള ആശങ്കയുമുണ്ട്. മറ്റൊന്ന്, റുപ്പി കണ്ടിന്യൂസ് ആയിട്ട് വീക്കായിക്കൊണ്ടിരിക്കുന്നതിനെ റെക്കോർഡ് ലോയിലേക്ക് 95-60 പോവുകയുണ്ടായി. അതിന് പുറമെ ക്രൂഡ് 108-109 പോയി. ഇപ്പോൾ 105 ക്ലോസിംഗ് വന്നിരിക്കുന്നത്. നിഫ്റ്റിയും ആഗോള വിപണികളും ഒക്കെ തന്നെ നെഗറ്റീവായിട്ടാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നേരിയ നഷ്ടത്തോടു കൂടി, അല്ലെങ്കിൽ നേരിയ ലാഭം മാത്രമേ ഉള്ളൂ. എല്ലാം മേജർ ഇൻഡെക്സുകളൊക്കെ തന്നെ ഇപ്പോഴും നെഗറ്റീവ് ടെറിട്ടറിയിൽ തന്നെയാണുള്ളത്. ഇന്ന് ഏകദേശം 77 കമ്പനികൾ റിസൾട്ടുമായിട്ട് വരുന്നുണ്ട്. അതിൽ ഒരുപാട് പ്രധാനപ്പെട്ട ലാർജ് ക്യാപ് കമ്പനികളുണ്ട്. സിപ്ല, അതുപോലെ തന്നെ HPCL, PFC, TMCV, ടാറ്റ മോട്ടോഴ്സ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ, DLF, ഓയിൽ ഇന്ത്യ, ഭാരതി ഹെക്സാകോം, ഭാരതി എയർടെൽ, TVS മോട്ടോഴ്സ് പോലുള്ള കമ്പനികൾ റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് ലാർജ് ക്യാപ്പിൽ നിന്ന്. അതുപോലെ തന്നെ ഒരുപാട് LIC, ഹൗസിംഗ് ഫിനാൻസ്, GSK ഫാർമ, NLC ഇന്ത്യ, ഒരുപാട് കമ്പനികൾ റിസൾട്ട് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിനുള്ള സാധ്യതയാണ് കൂടുതൽ. ഇൻഡെക്സ് വ്യൂ